Welcome to Pittapillil Agencies presents Payasarani, powered by Milma and Hawkins, in association with MyG Future, Mediterranean Hospitals and Eastern. Rani, Rani, Payasarani. Rani, Rani, Payasarani. എല്ലാവർക്കും ഓണാശംസകൾ. എന്തായാലും നമ്മൾ മറ്റൊരു എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നു. ഓണക്കാലം നമ്മൾ കെങ്കേമമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പായസറാണി മത്സരത്തിലൂടെ. അപ്പോൾ പായസറാണി മത്സരം നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 8 മണി വരെ കാണുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് നമ്മളുടെ കണ്ടസ്റ്റൻസിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ഒരു എനർജി. എന്തായാലും മത്സരമാണ്. മത്സരം ഓരോ സ്റ്റെപ്പ് കഴിയും തോറും മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു കടുത്ത രീതിയിൽ കുറച്ചുകൂടി ടൈറ്ററായി വരുന്ന ഒരു സംവിധാനമാണ്. അതായത് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ചെയ്യുന്ന കാര്യം ആദ്യം നമുക്ക് ഫണ്ണായിട്ട് ഭയങ്കര സന്തോഷം, വർത്തമാനം, ഒരു തമാശ പോലെ തുടങ്ങും. പക്ഷേ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു രീതി കുറച്ച് കഴിയുമ്പോൾ മാറി തുടങ്ങും. മത്സരാർത്ഥികൾ തമ്മിൽ തന്നെ ഒരു ചെറിയൊരു മത്സരബോധം വന്നു തുടങ്ങും. പക്ഷേ അവരുടെ ആ സ്നേഹബന്ധമൊക്കെ അങ്ങനെ തന്നെ തുടരും കേട്ടോ. ഈ മത്സരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് തന്നെയാണ്. എങ്കിലും ആ മത്സരബോധം എപ്പോഴും നല്ലതാണ്. കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് കോമ്പറ്റീഷൻ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. എങ്ങനെയാണ് അവരുടെ ഓരോരുത്തരും എത്ര വ്യത്യസ്തമായ പായസമാണ് ഉണ്ടാക്കുന്നത്, അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പുതിയ റൗണ്ട് എന്തായിരിക്കും, ഇത്തരം ചോദ്യങ്ങൾ, ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സെമി ഫൈനൽ റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. ഈ എപ്പിസോഡിലെ മറ്റ് വിശേഷങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എന്നോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണയുമുണ്ട്. കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ പ്ലീസ്. ചേച്ചി, യെസ്, എവിടെ എത്തി നമ്മുടെ പോക്ക്? നമ്മുടെ പോക്ക് ഇപ്പോൾ സെമി ഫൈനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും വന്നല്ലോ. അതെ അതെ, അത് 5 എപ്പിസോഡ് കഴിഞ്ഞു, 6ാമത്തെ എപ്പിസോഡ്. പക്ഷേ ഇനിയിപ്പോൾ ടൈറ്റായി വരികയാണ്. കോമ്പറ്റീഷന്റെ ഒരു സ്പിരിറ്റിലോട്ടും ഇവര് വന്ന് കഴിഞ്ഞു ശരിക്കും. ഇനിയിപ്പോൾ അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡായി. ഇനിയിപ്പോൾ അതായത് 12 പേരായല്ലോ. സോ ഇനി അവർക്ക് 5ൽ കയറണം എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ്. ഇനിയിപ്പോൾ അവരുടെ ഒരു ചിരിയും കളിയൊക്കെ മാറി ചിലപ്പോൾ നമ്മുടെ ചിരിയും കളിയും മാറുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്തായാലും കുറച്ചുകൂടെ ടഫായിട്ടുള്ള റൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. പിന്നെ അറിയാമല്ലോ, ഫൈനലാകുമ്പോൾ നമുക്കൊരു ഭയങ്കര സസ്പെൻസ് ഒരു സംഭവം കൊടുക്കണം. എന്തായിരിക്കും എന്നുള്ളൊരു സംഭവം. ദാറ്റ് ഷുഡ് ബി ദർ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുകയാണ് സെമി ഫൈനൽ റൗണ്ട് തുടങ്ങാനായിട്ട്. സോ ലെറ്റ് us call them. യെസ് പ്ലീസ്. യെസ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എങ്കിലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ടഫർ ആവണമല്ലോ. നെക്സ്റ്റ് ലെവൽ. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഇത്രയേ ഉള്ളൂ. ട്രഡീഷണൽ പായസമായിരിക്കണം, പക്ഷേ അതിനൊരു ട്വിസ്റ്റ് വേണം. അത് അവർക്ക് ഇഷ്ടമുള്ള ഏത് ട്വിസ്റ്റും ആകാം. ഏത് പായസം വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ബട്ട് ട്രഡീഷണൽ ആയിരിക്കണം. അത് വിട്ടുപോകരുത്, അത്രേ ഉള്ളൂ. ആ ട്രഡീഷണൽ പായസത്തിൻ്റെ ആ അന്തസത്ത് പോകാതെ ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പോകാണ്ട് അതേസമയം ഒരു ബ്യൂട്ടിഫുൾ ട്വിസ്റ്റ് കൊണ്ടുവരിക. അത് എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യാനും പാടില്ല, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ആൻഡ് മറ്റൊരു സസ്പെൻസ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഫയർലെസ് കുക്കിംഗ്. ഇപ്പോൾ എല്ലാവർക്കും ഫയർലെസ് കുക്കിംഗ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങളും അവരെയും കൂടി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഫയർലെസ് കുക്കിംഗ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ആ ലെവലിൽ. അപ്പം നമ്മൾക്കും അതിനൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഓണത്തിന് അവർക്ക് ഒരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടും ഒരു പായസം ഉണ്ടാക്കാം, അല്ലേ? ലേറ്റസ്റ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അതൊരു നല്ലൊരു സംഭവമാണ്. ഫയർലെസ് കുക്കിംഗ് സിമ്പിളാണ്, അത് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഈ 2 പായസമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ സമയം 1.5 മണിക്കൂർ. ഓക്കെ,
ഹായ്, എൻ്റെ പേര് ഐഷ ഷാഫി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക നേന്ത്രപ്പഴം പ്രഥമനാണ്. അതിനു വേണ്ടി സാധനങ്ങൾ പരിചയപ്പെടാം. ആദ്യം ചക്ക പഴുത്തത്, നേന്ത്രപ്പഴം, പച്ചമാങ്ങ, തേങ്ങാപ്പാൽ, ശർക്കര, തേങ്ങാക്കൊത്ത്, പഞ്ചസാര, പച്ചമാങ്ങ കാരമലൈസ് ചെയ്യാൻ, നിലക്കടല, ഏലക്കായ, ചുക്ക്, നെയ്യ്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് പഴുത്ത ചക്ക, പായസം ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് നെയ്യ് ഒഴിക്കുക, നേന്ത്രപ്പഴം ചേർക്കുക, നേന്ത്രപ്പഴം നെയ്യിൽ നല്ലപോലെ വരട്ടി അതിനുശേഷം ചക്ക ചേർക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുക. എന്താ പായസം ഉണ്ടാക്കണം? ട്രഡീഷണൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നേന്ത്രപ്പഴം പ്രഥമനാണ്. അതിനോട് ടിസ്റ്റ് പച്ചമാങ്ങ കാരമലൈസ് ചെയ്തിട്ട്, അതും നിലക്കടല കാരമലൈസ് ചെയ്ത്, അതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് മുക്കണ്ണി പായസം. മുക്കണ്ണി പായസം അത് തമിഴ്നാട്ടിലൊക്കെ ഒരു ട്രഡീഷണൽ കല്യാണ വീട്ടുകൾക്കൊക്കെ പോയാലുണ്ടാവും. അതിൽ എന്തെല്ലാം ചേർക്കുന്നത്? പാല്, നാട്ടുചക്കര, അത് ചിരവിയിടും. അതിനുശേഷം ചക്ക വന്നിട്ട് അധികം പേസ്റ്റ് ആവാൻ പാടില്ല, ഒരു കുറച്ച് കടിക്കുന്ന പോലെ അത്. പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങ അതടിച്ചത്, വാഴപ്പഴം അതടിച്ചത്, അതെല്ലാം കൂടി മിക്സ് ആക്കും. പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് അതിലിടും. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും. റിച്ച് വെച്ചാൽ അത് അവിടുത്തെ ഫേമസ്. മാം കഴിച്ചിട്ടുണ്ടാവും മധുര സൈഡൊക്കെ മുക്കണ്ണി പായസം. അത് നല്ല ടേസ്റ്റ്. അത് തണുപ്പിച്ച് കഴിക്കണം. അതെങ്ങനെയാണ് ചൂടിൽ കഴിച്ചാലും അത്ര ഇല്ല, തണുപ്പിച്ച് അത് കഴിക്കണം. ചക്കയും നേന്ത്രപ്പഴം നല്ലോണം മെൽട്ടായി വെന്ത ശേഷം അതിലേക്ക് ശർക്കര പൊടി ചേർക്കുക. പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരമലൈസിനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ കൂടെ. അതിലേക്ക് പച്ചമാങ്ങ കാരമലൈസ് ചെയ്യാൻ ചേർക്കുന്നുണ്ട്. കാരമലൈസ് ചെയ്ത മാങ്ങ ചേർക്കുന്നുണ്ട്. രണ്ടാമത്തെ പായസം വിത്തൗട്ട് ഫയറാണ്, മുക്കണ്ണി പായസം. അതിന് വേണ്ടി സാധനങ്ങൾ: മാംഗോ പൾപ്പ്, ചക്ക പൾപ്പ്, പഴം പൾപ്പ്, നാട്ടുചക്കര, ബദാം, കാഷ്യൂ, പാൽ, പിസ്ത, റൈസിൻസ്, ബദാം, ഗീ. മുത്തണി പായസത്തിന് ആദ്യം വേണ്ടത് പാല്. അതിലേക്ക് നാട്ടു ശർക്കര ചേർക്കുക, മാംഗോ പൾപ്പ് ചേർക്കുക, ചക്കൻ്റെ പൾപ്പ് ചേർക്കുക, പഴം ചേർക്കുക, അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക, അതിലേക്ക് മുന്തിരി ചേർക്കുക, കാഷ്യൂ ചേർക്കുക, ബദാം ചേർക്കുക. ഇതിലേക്ക് നെയ്യ് ചേർക്കുക. പായസം റെഡിയാണ്. മുക്കണ്ണി പായസം ഫുൾ ഫ്രൂട്ട്സ് ആണ് അതിൽ. ദാറ്റ് ഈസ് ഫയർലെസ്. നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു അല്ലേ? നാട്ടുചക്കര ഇട്ടിട്ട് അത് പാലിൽ നാട്ടുചക്കര ഇടും. പിന്നെ മാമ്പഴം അധികം അരിക്കില്ല, കുറച്ച് അങ്ങനത്തെ. പിന്നെ ചക്കയാണ് അധികം അരിക്കാത്തത്. മാമ്പഴം കുറച്ച് നല്ലോണം അരിക്കും. വാഴപ്പഴം, പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ്. നെയ്യ് ഒഴിക്കട്ടെ അതിൽ, പച്ച നെയ്യ് ഒഴിക്കണം. ചൂടാക്കാൻ പാടില്ല, ഇതൊന്നും ചൂടില്ലല്ലോ. അപ്പോൾ അത് എല്ലാം കൂടി ആകുമ്പോൾ നെയ്യ് ഒഴിക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും അതിൽ.
ഇത് മധുരയിലെ തമിഴ്നാട്ടിലെ സ്പെഷ്യലാണ്. കല്യാണ വീട്ടിലെ എല്ലാം അവിടെ ഉണ്ടാവും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ. പിന്നെ വന്നിട്ട് ചക്ക നേന്ത്രപ്പഴം പ്രഥമൻ. അതിലേക്ക് ടിസ്റ്റ് എന്ന് വെച്ചാൽ ഫ്യൂഷനായിട്ട് ഇത് പച്ചമാങ്ങ പച്ചമാങ്ങ കാരമലൈസ് ചെയ്തിട്ട് അതും പിന്നെ നിലക്കടല കാരമലൈസ് ചെയ്തിട്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് 2 മക്കളാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോള് ബിടെക് കഴിഞ്ഞ് ഇപ്പൊ MBA കഴിഞ്ഞ് IIM കഴിഞ്ഞു. ഇപ്പോൾ ജോബ് ചെയ്തിട്ടുണ്ട് ഇൻഫോസിൽ. പിന്നെ രണ്ടാമത്തെ മോന് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ബിടെക് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ബിസിനസ്സാണ്. പുള്ളി വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല. ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്, മക്കളും എല്ലാവരും. മോളാണ് എല്ലാം കൊടുക്കുന്നത്, റെസിപ്പി കൊടുക്കുന്നത് എല്ലാം. ഇപ്പം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വരെ ഇങ്ങോട്ട് വരാൻ എൻ്റെ മോളെല്ലാം എനിക്ക് ചെയ്തു. സാരി മാത്രം എടുത്താൽ മതി, എല്ലാം അതിനൊക്കെ സെറ്റാക്കി സ്റ്റൈലാക്കി അതിൻ്റെ എല്ലാം ഇട്ടത്. മോനും എല്ലാം ഇപ്പം എത്ര പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞ് തന്നെ എന്തായി ഒന്ന് ടെൻഷൻ അടിക്കണ്ട എല്ലാം പറഞ്ഞു. ഹസ്ബൻഡ് എല്ലാം സപ്പോർട്ട്. അപ്പം ഇവർക്ക് വരാൻ പറ്റില്ല, എന്നെ കൊണ്ടാണ് വന്നില്ല. എല്ലാവരും സപ്പോർട്ട്. ബിസിനസ്സാണോ? ബിസിനസ്സാണ്. മോള് നല്ല കുക്ക് ചെയ്യും, അവൾ പഠിക്കുകയാണ്. എങ്കിലും ഹോസ്റ്റലിൽ നിന്ന് വന്നാലും അവളെല്ലാം ഉണ്ടാക്കും. അവർ മടി ഒന്നുമില്ല. എല്ലാം ഉണ്ടാക്കും. ബ്രൗണിയൊക്കെ അവൾ നല്ല സ്റ്റൈൽ അങ്ങനത്തെ. ഞാനും തന്നെ അതേപോലെ. എൻ്റെ അമ്മ നല്ല കുക്ക് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ അമ്മയായിരിക്കും പാചകറാണി. അത്ര നല്ല കുക്കാണ്. അമ്മ കോയമ്പത്തൂരാണ്. നിങ്ങൾ കോയമ്പത്തൂർ ബേസ്ഡ് ആണോ? അല്ല, അമ്മന്റെ വീട് കോയമ്പത്തൂരാണ്. അമ്മനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് പാലക്കാട്. ഞങ്ങൾ ജനിച്ചു വളർന്നെല്ലാം എന്നെ കല്യാണം കഴിച്ചു വന്നത് കോഴിക്കോട്. അപ്പൊ എല്ലാവരും. പിന്നെ എന്റെ സിസ്റ്റർ വന്നിട്ട് ഇവിടെയാണ്, കർണാടക. പിന്നെ ഒരു സിസ്റ്റർ കോഴിക്കോട് തന്നെ. ഓരോ ഭാഗത്തുള്ള എല്ലാം ഉണ്ടാക്കും. പിന്നെ നമുക്ക് തമിഴ്നാട് ബിരിയാണി അറിയില്ല, റൗത്തർ ബിരിയാണി അതെല്ലാം നല്ല ഉണ്ടാക്കും. പായസം പിന്നെ അമ്മന്റെ അടുത്ത് നിന്ന് അങ്ങനെ ആയതാണ് പായസം. വെരി ഗുഡ്. നെയ്യിൽ വറുത്ത കടലയും തേങ്ങ ഇതിലേക്ക് ഇടുന്നു. ടോപ്പിങ്ങിലേക്ക് കുറച്ച് പിസ്ത, കാഷ്യൂ, അണ്ടിപ്പരിപ്പ്. 2 പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ടേബിളിലേക്ക് മാറ്റാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നസീബ. സെമി ഫൈനലിൽ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു സ്പെഷ്യൽ പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തേക്കുന്നത്. അത് നല്ല അടികട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ മോസ്റ്റ്ലി എൻ്റെ എല്ലാ കുക്കിങ്ങും ഇന്ന് ഇതിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ട്രിപ്പിൾ ലെയർഡ് കുക്കറാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അടി പിടിക്കാതെ തന്നെ പായസം ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയേക്കുന്ന തീം എന്ന് പറഞ്ഞാൽ ഒരു കേരള ട്രഡീഷണൽ പായസത്തിൽ നമ്മുടേതായൊരു ട്വിസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുക്ക് വിത്തൗട്ട് ഫയറും ഉണ്ട്. അപ്പോൾ അതിൽ ട്രഡീഷണൽ പായസം എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്നൊരു പിടിപ്പായസമുണ്ട്. പാൽപ്പിടിപ്പായസം എന്ന് പറയും, ചിലയിടത്ത് പാലിയപ്പം എന്ന് പറയും. അത് ശർക്കര വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ പഞ്ചസാര വെച്ചും ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു തീം ഉൾക്കൊണ്ടിട്ട് അതിനൊരു ബേസ്, മത്തങ്ങയുടെ ബേസ് കൊടുത്ത് ആ പിടിക്കകത്ത് സ്റ്റഫിങ് ചെയ്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് ആയിരിക്കും. ഇവിടെ ഞാൻ ചക്ക കൊണ്ടുള്ളൊരു ബോൾസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചക്കയുടെ പ്യൂരിയിൽ പച്ചച്ചക്കയുടെ പൊടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ മത്തങ്ങയുടെ ബേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പായസം. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇൻഗ്രീഡിയൻസ്: ബേസ് മത്തങ്ങയാണ്, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, കശുവണ്ടി കിസ്മിസ്, കപ്പലണ്ടിയും കറുത്ത എള്ളും കൂടി പൊടിച്ച മിശ്രിതമാണിത്. ഇത് മറയൂർ ശർക്കര, ഇത് ചക്കയുടെ പൊടിയാണ്,
നെയ്യ്, പഞ്ചസാര, ഉപ്പ്, പശുവിൻ പാല്, ചക്ക പ്യൂരിയാക്കിയതാണ്, ചുക്ക്, ഏലക്ക. അപ്പോൾ നമുക്ക് മത്തങ്ങ വേവിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ മത്തങ്ങ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള മിശ്രിതം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ചക്കയുടെ പ്യൂരി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചക്കയുടെ പൊടിയുണ്ട്. മത്തങ്ങ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഈ പിടിയുടെ മിശ്രിതത്തിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഹോക്കിൻസിൻ്റെ ഈ ട്രിപ്പിൾ ലെയർഡ് കുക്കർ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ആക്ച്വലി. ഇൻ കേസ് നിങ്ങൾക്കൊരു 1 പോട്ട് ബിരിയാണിക്ക് വെക്കണമെങ്കിൽ വെരി ഈസി വേയിൽ 20 മിനിറ്റ്സിലൊക്കെ നമുക്ക് കുക്കർ ബിരിയാണിയൊക്കെ എടുക്കാനൊക്കെ ഒരു പേടിയും കൂടാതെ അടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അത്. അപ്പോൾ പായസം അങ്ങനെ തന്നെയാണ്. നമുക്ക് വരട്ടുമ്പോൾ ഇത് അടി പിടിക്കില്ല. ഇതിൽ ഈ മത്തങ്ങ ഇപ്പം ഞാൻ വരട്ടാൻ പോകുന്നതും ഈ കുക്കറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഞാനിവിടെ മത്തങ്ങ വരട്ടാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. കപ്പലണ്ടി എള്ള് മിശ്രിതത്തിൽ കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മത്തങ്ങ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ശർക്കര ചേർക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചു. ഇനി ആ മത്തങ്ങയും ശർക്കരയും നന്നായി ചേർന്ന് അതിലൊന്ന് കിടന്ന് വരണ്ട് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റഫ്ഡ് ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് ചെറിയ ചെറിയ എടുത്തിട്ട് ഓരോ ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയും മത്തങ്ങയും നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പിടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റഫ്ഡ് പിടികൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് 2ാം പാല് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി അതൊന്ന് കുക്കാവട്ടെ. അപ്പം നമ്മുടെ ബോൾസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതവിടെ ഒരു സൈഡിലിരിക്കട്ടെ. മത്തങ്ങ ബേസ് റെഡി ആയതിനു ശേഷം നമുക്കിത് അതിലോട്ട് ഫൈനലി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കരുത്. കൈവയ്ക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ചേർക്കാം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം അവസാനത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫ്ലേവറിങ് ചേർക്കാം. ഇനി നമുക്കിത് താളിച്ചിടണം. അത് ഞാൻ ഫയർലെസ് കുക്കിംഗ് കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാം. നസീമ ഇന്നിപ്പോൾ രണ്ട് പായസം ചാലഞ്ച്. വൺ ഈസ് ട്രഡീഷണൽ പായസം വിത്ത് എ ട്വിസ്റ്റ്. സെക്കൻഡ് വൺ ഫയർലെസ് പായസം. അപ്പോൾ ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അതെ, കുക്കിംഗ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ട്രഡീഷണൽ പായസം?
നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉമ്മ വീട്ടിലൊരു പിടിപ്പായസം ഉണ്ടാക്കാറുണ്ട്. പാൽപ്പിടി പായസം അല്ലെങ്കിൽ പിടിപ്പായസം. അതെ, അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ പിന്നെ റൈസ് പൊടിയാണ്, അരിപ്പൊടിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇവിടെ ട്വിസ്റ്റ് മത്തങ്ങ ബേസിൽ പായസം കൊടുത്തിട്ട്, ഐ മീൻ സോസ് മത്തങ്ങ ബേസിൽ കൊടുത്തിട്ട് പിടി സ്റ്റഫ്ഡ് പിടി ചെയ്തു. സ്റ്റഫ്ഡ് പിടി എന്ന് പറയുമ്പോൾ ചക്കൻ്റെ പൊടിയിൽ ചക്കപ്യൂരി വെച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കപ്പലണ്ടിയും കറുത്തുള്ളും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലിട്ടിട്ട് ചെയ്തു. സൂപ്പർ ട്വിസ്റ്റ് ആണല്ലോ, അടിപൊളി. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് വൺ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ചക്കയാണ് അവിടെ ചക്ക അവൽ പായസം വിത്തൗട്ട് ഫയർ. ഓക്കെ, അപ്പോൾ നടക്കട്ടെ, അടിപൊളിയായിരിക്കട്ടെ. ഇതിപ്പോ രണ്ടിലും ഒരു ചെറിയ ചക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇതിലധികം വരില്ല, കാരണം പച്ചച്ചക്കയാണല്ലോ കൂടുതൽ. മത്തങ്ങയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫയർലെസ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് പാലൊഴിക്കുക, പൊടിച്ചു വെച്ച ശർക്കര ചേർക്കാം. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കുതിരാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ചക്കയുടെ പ്യൂരി ചേർക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചക്ക ചേർക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ശർക്കരയുടെ കുത്തൊന്ന് മാറാൻ വേണ്ടിയാണ്. ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത്തിരി പാലിൽ കലക്കി ചേർക്കുന്നത്. അതുപോലെ ചുക്കുപൊടിയുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങയുടെ പാല് കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. രണ്ടാമത്തെ പായസത്തിന്റെ പണിപ്പുരയിലായി. അതെ, ഇത് ചക്ക വെച്ചിട്ട് ചക്ക അവല് പായസം. നോ ഫയർ. ശർക്കര ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാൽ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടാ വെച്ചത്? ഇത് ഓഫാ. ഇത് വെറുതെ ഇവിടെ ഒരു ടേബിൾ പോലെ യൂസ് ചെയ്യുന്നു, സ്റ്റാൻഡ് അല്ല. അതായിരുന്നു ഒരു അല്ലേ സ്റ്റാർ പെർഫോമൻസ്. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ ഒരു ചക്ക ശർക്കര വെച്ചുള്ള പായസം എങ്ങനെ ഫയർലെസ് ആയിട്ട് ചെയ്യാന്നുള്ളത് ട്രൈ ചെയ്തു. ഇല്ല, ഞാൻ അബുദാബിയിലാണ്. നാട്ടില് എൻ്റെ വീട് ചാവക്കാട്, തൃശ്ശൂർ. ഹസ്ബൻഡ് എൻ്റെ വീട് എറണാകുളത്താണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു 11 വർഷമായിട്ട് അബുദാബിയിൽ. ഞാൻ അവിടെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ഹെൽത്ത് സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ടീച്ചറാണ് അല്ലേ? ഓക്കെ, ബിക്കോസ് ഓഫ് ഹിം ഞാൻ അവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിൽ തന്നെ എല്ലാവർക്കും അറിയാം എനിക്കിത് ഭയങ്കര ക്രേസാണ്, ഇങ്ങനെ കുക്കിംഗ് അല്ലെങ്കിൽ കുക്കിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉമ്മി വാപ്പയുണ്ട്. അവരാണ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി എൻ്റെ ബാഗെല്ലാം സെറ്റാക്കി തരുന്നത്. ഈച്ച് ആൻഡ് എവറിത്തിങ് നല്ല ഇങ്ങനെ അടുക്കി വെച്ച് തരും. ഹസ്ബൻഡ് പിന്നെ ഇവിടെ വന്നുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെക്കാൾ കൂടുതൽ ഉണ്ട്. എന്താ പറയാ, ബിഹൈൻഡ് ദ സീൻ എന്ന് പറയില്ലേ, എന്നെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അവരാണ്. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷെ കൂടുതൽ വർക്ക് ശരിക്കും അവർക്കാണുള്ളത്. പിന്നെ 3 മക്കളാണുള്ളത്. 3 ബോയ്സ്. മൂത്താള് 14 ഇയേഴ്സ്, അവനിപ്പോൾ 9th. രണ്ടാമത്തെ ആള് 5.5 ഇയേഴ്സ്. മൂന്നാമത്തെ ആള് 3.5. ആദ്യമായിട്ടാണ് അങ്ങനെ ഇത്ര മാറി നിൽക്കാറില്ല അല്ലേ? ഇല്ല, അവരുടെ അടുത്ത് ഞാൻ മാറി നിന്നിട്ടുണ്ട്. അവിടെ അബുദാബിയിലും കുക്കിംഗ് അല്ലെങ്കിലും എനിക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കേണ്ടി വരാറുണ്ട്, പ്രൊജക്ട്സ് അങ്ങനെയുള്ള കാര്യം. ഇപ്പം നമ്മൾ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വിട്ട് നിന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ട് വീട്ടിൽ. പിന്നെ കുറേ നാൾ ഉമ്മയും വാപ്പിയും ഉണ്ടായിരുന്നു. ഹസ്ബൻഡും ഉമ്മയൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഒരു 3 ഇയേഴ്സോളം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ആള് വളരെ സ്മാർട്ടാണ് അല്ലേ? വെരി എന്റർപ്രൈസിങ്.
അപ്പം നമ്മുടെ പായസം ഒന്ന് ഇനി താളിച്ചിടാൻ പോവാണേ. കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും. അപ്പം നമ്മുടെ മത്തങ്ങപ്പിടി പായസവും ചക്ക അവൽ പ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാണി റാണി പായസറാണി റാണി റാണി പായസറാണി റാണി റാണി പായസറാണി റാണി റാണി പായസറാണി. ഹായ്, ഞാൻ സഫീറ റിയാസ് തലശ്ശേരിയിൽ നിന്ന് വരികയാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം ട്രഡീഷണലും പഴയ തനിമ കൂടിയുള്ള ഒരു പായസമാണ് നമുക്കിവിടെ തന്ന ടാസ്ക്. അപ്പോൾ ട്രഡീഷണലായിട്ട് ഷീർ കുറുമയും അതിൽ ഞാൻ തനിനാടൻ പഴമ രുചിയായ പരിപ്പ് പ്രഥമനും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പായസം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പായസത്തിൽ 2 തരം ഇൻഗ്രീഡിയൻസ് അടങ്ങുന്നത് കൊണ്ടാണ് ഷീർ കുറുമയും അതിൽ തനിനാടൻ പരിപ്പ് പ്രഥമനും കൂടി വരുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് പ്രഥമന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഫസ്റ്റും സെക്കൻഡും പരിപ്പ് വറുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ട്രഡീഷനിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഇത് പാകിസ്ഥാനി സേമിയാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനി സേമിയ, ഡേറ്റ്സ്, പിന്നെ ഇത് കാരക്ക, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാകിസ്ഥാനി സേമിയ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈ പാകിസ്ഥാനി സേമിയ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പായസത്തിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നെയ്യിൽ തന്നെ പരിപ്പ് പ്രഥമനുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തുകോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കാരക്ക ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് വറുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാരക്ക ഏകദേശം 3 ആയി വരുന്ന സമയത്ത് കുറച്ച് ഈത്തപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴമൊന്നും ഒരുപാട് ഫ്രൈ ആക്കരുത്. ഏകദേശം ഒന്ന് സെറ്റായാൽ ഇതേപോലെ കോരി മാറ്റി വെക്കണേ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഈ ഒരു നെയ്യിൽ തന്നെ വേവിച്ച് വെച്ച മൂങ് ദാൽ ചേർക്കുന്നുണ്ട്. ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി രണ്ടും കൂടിയിട്ടൊന്ന് വെളിയിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാചകം ചെയ്യുന്നത് ഇടയിലാണ് ഞാനൊരു ഹോക്കിൻസിൻ്റെ ഈ ഒരു പാത്രം ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ നന്നായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും ചൂടറിയുന്നില്ല, അടിക്ക് പിടിക്കുകയില്ല. കാരണം നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സഫീറ, അപ്പോൾ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു അടുത്ത സെമിയിൽ കയറിയപ്പോൾ അല്ലേ? അതെ അതെ, ഭയങ്കരമായിട്ട് ടെൻഷൻ കുറച്ച് മാറിയില്ലേ? ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. എന്താണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്? ട്രഡീഷണലി അറബീൻ്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പരിപ്പ് പ്രഥമൻ, നമ്മുടെ തനിനാടൻ പരിപ്പ് പ്രഥമൻ. പണ്ട് കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പരിപ്പ് പ്രഥമനാണല്ലോ. അതിൽ ഞാൻ കൊണ്ടുവന്നത് ഷിർ കുർമ, ഒരു അറബിക് ഫ്ലേവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരാണ് ഷിർ കുർമ പരിപ്പ് പ്രഥമൻ. ഷിർ കുർമ എന്ന് പറയുന്നത് അതില് ഒരു ഷിർ എന്ന് പറയുന്നത് പാല്, കുർമ എന്ന് പറയുന്നത് ഈത്തപ്പഴം. അപ്പോൾ അങ്ങനെയാണ് ഈത്തപ്പഴം പായസം എന്നുള്ള ലെവലാണ്. പരിപ്പില് ഈത്തപ്പഴം, ഈത്തപ്പഴം, കാരക്ക, പാകിസ്ഥാനി സേമിയോ അതൊക്കെ ആഡ് ചെയ്തിട്ട് തേങ്ങാപ്പാലും ശർക്കരയും. സെക്കൻഡ് പായസം ഡ്രൈ ഫ്രൂട്ട്സ്, മാംഗോ പായസം. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് മാംഗോ ആ ഫ്ലേവറിൽ ചെയ്യുന്നു. ഏകദേശം മനസ്സിലായി. പാലാണ് ഉപയോഗിക്കുന്നത്. തിക്നെസ് പാലില് മിൽക്ക് മേഡും ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സും, മാംഗോ പ്യൂരിയലായിട്ട്
നല്ല ടാസ്ക് അല്ലേ നമുക്ക് തന്നെ. ഓ അയ്യോ, ഫയർലെസ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യും. ഇല്ല കുഴപ്പമൊന്നുമില്ല, രണ്ടും കൂടി ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രം പറയുന്നത്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു ഈത്തപ്പഴം കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടാസ്കിൽ ഫയർലെസ് പായസം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായി ഫയർലെസ് പായസത്തിന് ഞാനിതാ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഗീയിൽ വറുത്ത് കോരിയിട്ടൊന്നുമില്ല. പരിപ്പ് പ്രഥമനിലേക്ക് മിൽക്കി മേഡ് ഒന്ന് ടോഫി രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഈ മിൽക്കി മേഡ് വരുന്നത് ട്രഡീഷണൽ പായസം കൂടി ആഡ് ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഒന്നിത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഫയർലെസ്സിൻ്റെ ഈ ഒരു പായസം നമുക്ക് തയ്യാറാക്കാം. ഈ ഫയർലെസ് പായസത്തിൽ ഞാൻ ചേർക്കുന്നത് കട്ടിയുള്ള പാലാണ്. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ പേരാണ് ഡ്രൈ ഫ്രൂട്ട്സ് മാംഗോ പായസം. അപ്പോൾ ഈ ഒരു ഫയർലെസ് പായസത്തിന് ഒരു തിക്കിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്കി മേഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിൻ്റെയും മിൽക്കി മേഡിൻ്റെയും ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പായസത്തിലേക്ക് ഞാൻ മിക്സ്ഡ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാംഗോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ച പാകിസ്ഥാനി സേമിയ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. പിന്നെ ട്രഡീഷണൽ ലുക്ക് വരുന്നത് കൊണ്ട് കാരക്കയും ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടി പായസത്തിൽ ഇതുപോലെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാതെ കുറച്ച് തേങ്ങാപ്പാലിൽ ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായ ഫസ്റ്റ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല കട്ടിയായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ വറ്റിക്കാൻ വെക്കാതെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഷീർ കുർമ പരിപ്പ് പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. മാമ്പഴമൊക്കെ സെറ്റ്. രണ്ട് ഇത് പായസവും ഫയർലെസ് പായസം, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് മാമ്പഴം പായസം. ഫയർലെസ്. ഇത് ഷിർ കുർമ പരിപ്പ് പ്രഥമൻ പായസം. ട്രഡീഷണൽ വിത്ത് ട്വിസ്റ്റ്. ഇനി കുറച്ച് നാട്ടുവിശേഷം പറയാം അല്ലേ? ഓക്കെ. നാട്ടിലെ കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഒന്നും ചോദിക്കുന്ന സമയം കിട്ടിയില്ല. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിൽ ഹസ്ബൻഡും 3 കുട്ടികളാണ്. മൂത്ത മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ മോള് +2, മോന് 9th തലശ്ശേരിയാണല്ലോ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബിസിനസ്സാണ്. എവിടെ? നാട്ടിൽ തന്നെ, തലശ്ശേരി? അല്ല, പുറത്തും നാട്ടിലും ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബിസിനസ്. ഏത് ഫീൽഡാണ് ഇപ്പോൾ ബിസിനസ് ഇന്ന ഫീൽഡിൽ നിന്നില്ല. ട്രാവലർ ഉണ്ട്, പിന്നെ ബൂട്ട്സ്, അങ്ങനെയൊക്കെ നല്ല ബിസിനസ്സുണ്ട്. വന്നിട്ടുണ്ടോ? ഇല്ല, കൂടെ വന്നിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച്? നമ്മൾ ഫ്രണ്ട്സ് ഒന്നിച്ച് വന്നത്. ഹസ്ബൻഡ് പിന്നെ ബിസിനസ് ടൂറിലായതുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലേ, വെറുതെ അവിടെ കുട്ടികളെ പിന്നെ അമ്മയൊക്കെ ഉണ്ടാവും അല്ലേ മാനേജ് ചെയ്യാനായിട്ട്? അതെ അതെ, ഹസ്ബൻഡിന്റെ വീട്ടിൽ കുട്ടികളുണ്ട്. അവിടെ കുട്ടികളുണ്ട്. പിന്നെ ഒരാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, നമ്മൾ സൈക്കോളജി കോഴ്സ് എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും വലിയ പ്രോത്സാഹനമാണല്ലോ. ഭയങ്കര ഭയങ്കര ഫുൾ ഫ്രണ്ട്സും. സമയം കണ്ടെത്തുന്നുണ്ടല്ലേ? അതെ അതെ, ഇല്ലാതെ
നമ്മുടെ കുക്കിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു കഥയും കൂടി ഉണ്ട്. എന്താണ് കഥ പറയുക? എൻ്റെ കഥ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഉമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഫുഡിന് വേണ്ടിയിട്ടെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഫുഡിയാണ്, വീട്ടുകാരെല്ലാം ഭയങ്കര ഫുഡിൻ്റെ ആളാണ്. അപ്പോൾ എന്താ പറയാൻ, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്. അങ്ങനെ ഒരു 14-15 വയസ്സ് മുതലേ അങ്ങനെ ഫുഡിനോടുള്ള ഒരു ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കി ഭയങ്കര എല്ലാ കോമ്പറ്റീഷനും പോകും, മത്സരിക്കാറുണ്ട്, പിന്നെ സാധാറുണ്ട്. അപ്പോൾ അതൊരു കഥയാണ് എനിക്ക്. ഉമ്മ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ഫുഡ് കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കെൻ്റെ മക്കളിലേക്ക് ഞാൻ അങ്ങനെ ആക്കരുത്, എല്ലാം കൊണ്ട് ഞാനൊരു നല്ല അമ്മയാകണം എന്നുള്ള ഒരു ഇത്. ഹസ്ബൻഡിനും അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡിൻ്റെ കാര്യമെല്ലാം. പുറത്തുനിന്ന് എവിടെയും ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചാനലും ഒക്കെ തുടങ്ങിയത്. കാരണം നമ്മളെ റെസിപ്പി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ നല്ലതല്ലേ? ഇതാണ് കുക്കിങ്ങിനോട്ടുള്ളൊരു താല്പര്യം, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എൻ്റെ 2 തരം പായസവും ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജഡ്ജസ് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റാണി റാണി പായസറാണി റാണി റാണി പായസറാണി റാണി റാണി പായസറാണി റാണി റാണി പായസറാണി. നമസ്കാരം. ഇന്നത്തെ ഈ റൗണ്ടിൽ ചെയ്യാൻ പോകുന്ന പായസം എന്ന് പറയുന്നത് ട്രഡീഷണൽ ഫ്യൂഷൻ പായസമാണ്. അതിനായിട്ട് നമ്മളിപ്പം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും ചെറുപയറുപരിപ്പും ചേർത്ത പായസത്തിനോടൊപ്പം കൊക്കോ പൗഡറും വാനില എസൻസും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരി, ചെറുപയറുപരിപ്പ്, പിന്നെ കൊക്കോ പൗഡർ, വാനില എസൻസ്, ഏലക്കാപ്പൊടി, വറുത്തിടാനായിട്ട് തേങ്ങ, പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, എള്ള എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി തിളയ്ക്കുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും അരിയും ചേർക്കുക. അരിയും പരിപ്പും ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വരണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ചേർക്കുന്നു. രണ്ടാം പാൽ ചേർത്ത് പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 1 സ്പൂൺ കൊക്കോ പൗഡർ 1ാം പാലിനൊപ്പം ചേർക്കാം. പായസം വാങ്ങി വെക്കുന്ന നേരത്ത് ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് നമുക്ക് വിളമ്പാം. ഓക്കെ, ശരി, പറയൂ, എന്താണ് ആദ്യത്തെ പായസം എന്ന് പറയുമ്പോൾ ഓണപ്പായസം. അതായത് പണ്ട് മുതലേ നമ്മൾ ഓണപ്പായസം എന്ന് പറയുമ്പോൾ അരിയും ചെറുപയർ പരിപ്പുമാണ് നമുക്ക് ഓണത്തിന് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പം ഓണപ്പായസത്തിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് അതിനൊരു ചോക്ലേറ്റ് ഫ്ലേവർ കൊടുത്തിട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഫയർലെസ് പായസത്തിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് ഫ്രഷ് ക്രീം ഉണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത്, കോൺഫ്ലെക്സ്, കാഷ്യൂ, കിസ്മിസ്. ഇത്രയും ചേരുവകൾ ചേർത്താണ് ഞാൻ ഫയർലെസ് പായസം ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നു. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അതിലേക്ക് കോൺഫ്ലെക്സ് ആഡ് ചെയ്യുന്നു. അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക. നമ്മുടെ ഈ സ്പെഷ്യൽ ഫയർലെസ് പായസം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റണം.
ഫയർലെസ് പായസം റെഡി ആയിട്ടുണ്ട്. അയ്യോ ഇവിടെ കഴിച്ചു തോന്നുന്നു അല്ലേ? രണ്ടാമത്തത് കഴിഞ്ഞു. ഇതാണോ ഫയർലെസ്? അതല്ലോ കോൺഫ്ലേക്സ്, ബീട്രൂട്ട്, റോസ് എസൻസ്, ഓക്കെ, ഫ്രഷ് ക്രീം ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ. റോസ് ഫ്ലേവേർഡ് പായസം. തണുപ്പിച്ച് കഴിച്ചാൽ കൂടുതൽ നല്ലത് അല്ലേ? ആ ഒരു കോൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും. എവിടെ നാട്ടില്? ഹരിപ്പാട്. വേറെ എന്തെങ്കിലും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഞങ്ങൾക്ക് ഹസ്ബൻഡിന് ബിസിനസ്സാണ് സാറേ, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ്? ജ്വല്ലറിയോ. ഓക്കെ, എവിടെ? ഹൈവേ തന്നെയാണോ? അതല്ല, അമ്പലത്തിന്റെ മുന്നിലായിട്ട് ഹരിപ്പാട് ഹരിപ്പാട് ക്ഷേത്രത്തിന് ഭവാനി ജ്വല്ലേഴ്സ് എന്ന് പറയും. ഭവാനി ജുവലേഴ്സിന്റെ മുതലാളിയാണ്. എത്ര വർഷമായത്? അത് ഫാമിലി ബിസിനസ് ആണ്? നേരത്തെ മുതലേ ഉള്ളത്. ഹസ്ബൻഡിന്റെ അച്ഛനും. ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ പേരെടുത്ത പഴയ കടയാണ്. ഒരു ഷോപ്പുള്ളോ? അതും അതേ ഉള്ളൂ. പിന്നെ പലചരക്കിന്റെ ഹോൾസെയിലും സ്റ്റേഷനറിയുടെ ഹോൾസെയിലും ഒക്കെ ആയിട്ട് അപ്പം മൊത്തത്തിലൊരു ബിസിനസ്. ഫാമിലിയിലേക്കാണ് വന്നത് ഞാൻ. കുട്ടികളൊക്കെ? മോനിപ്പം മൂത്ത ആള് MBA കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആളിപ്പോൾ LLB അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നു. അല്ല, അവനിപ്പം ഭാരത് മാതയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോള് +1 ഗിരിദീപം കോട്ടയം. സന്തോഷം. ചോക്ലേറ്റ് ഫ്യൂഷൻ പായസത്തിലേക്ക് വറുത്തിടാനുള്ള ചേരുവകളാണ് വേണ്ടത്. അതിനായിട്ടൊരു ഫ്രൈ പാനിൽ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങ ചിരണ്ടിയത് വറുത്തിടുക. ഈ റൗണ്ടിലുള്ള സ്പെഷ്യൽ ഫ്യൂഷൻ പായസവും ഫയർലെസ് പായസവും റെഡി ആയിട്ടുണ്ട്. ഇനി ജഡ്ജസിൻ്റെ ടേബിളിലേക്ക് പോകാം. റാണി റാണി പായസറാണി റാണി റാണി പായസറാണി നോ ഫയർ റൗണ്ട് അല്ലേ? നോ ഫയർ റൗണ്ട് പ്ലസ് ട്വിസ്റ്റ്, ട്രഡീഷണൽ പായസം വിത്ത് എ ട്വിസ്റ്റ്. അങ്ങനെ നമ്മുടെ 4 കണ്ടസ്റ്റൻസ് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ടഫായിരുന്നോ ഈസി ആയിരുന്നോ ഈ റൗണ്ട്? ഈസിയാണ്. ഞാൻ തിങ്ക് ചെയ്തപ്പോൾ ഈസി ആയിരുന്നു. പിന്നെ വന്ന് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ടിഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ടഫായി. ഏതായിരുന്നു ഈസി? ഫയർ വിത്തൗട്ട് ഫയർ ആണോ മറ്റേതായിരുന്നോ ഈസി? വിത്തൗട്ട് ഫയർ ഈസി ആയിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. അത് മാത്രമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. അത് അത്ര ഈസി ആയതുകൊണ്ടാണ് അത് 2 എണ്ണമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. അത് ഭയങ്കര ഈസി ആയിരുന്നു. അത് കുക്ക് ഒന്നും ചെയ്യണ്ടല്ലോ, നമ്മളിങ്ങനെ മിക്സ് ആക്കിയാൽ മതി. അതൊരു ബേസ് വെക്കുന്ന പോലെ തന്നെ. അവരെല്ലാവരും തന്നെ ഫ്രൂട്ട് ബേസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഫയർലെസ്സിന് ഏറ്റവും എളുപ്പം ഫ്രൂട്ട് പായസംസ് ആണ്. അപ്പോൾ അത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇവർ കൊണ്ടുവരും. അതിലാരെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ചെയ്താൽ അത് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും ഇനിയുള്ള ആൾക്കാരാണെങ്കിലും. ഓക്കെ, എനിവേ ലെറ്റ് us see. അത് ന്യൂ ഐഡിയ ആയിരിക്കുമല്ലോ. വിളിച്ചു തുടങ്ങാം അല്ലേ? ഐഷ ഷഫി അലി. പായസറാണി അപ്പോൾ ഇനി കൂടുതലൊന്നും ചോദിക്കാനില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പച്ചമാങ്ങയാണ് ട്വിസ്റ്റ് കൊടുത്തത് അല്ലേ? പച്ചമാങ്ങ കാരമലൈസ് ചെയ്ത് ചേർത്തിട്ടേ ഉള്ളോ? അല്ല, കാരമലൈസ് ചെയ്തു. എന്നിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി ഉടച്ച് ഒഴിച്ച്. അതിൻ്റെ ഒരു ചെറിയ പുളിയുണ്ട് പച്ചമാങ്ങയുടെ. ഓക്കെ. പിന്നെ നിലക്കടലയും കാരമലൈസ് ചെയ്ത്. പിന്നെ ബേസ് എന്ന് പറയുന്നതാണ് നേന്ത്രപ്പഴം കുറച്ച് ചക്ക ആഡ് ചെയ്തിട്ട്. നേന്ത്രപ്പഴം. ഓക്കെ. നമുക്ക് പക്ഷേ ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് പച്ചമാങ്ങയുടെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അതാണല്ലേ ട്വിസ്റ്റ് നമ്മളത്. അതെ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് കയറാം. നൈസ്. ലേശം കൂടി മധുരമാവാം. മധുരം ചേർത്തിട്ടില്ല? ചെറുതാണല്ലോ മധുരം.
ഇത് മാമ്പഴം അല്ലേ? മാമ്പഴം, ചക്ക, പഴുത്തചക്ക, പഴം, നാട്ടുചക്കര ചേർത്ത്. നാട്ടുചക്കര. ഇതിന് ഓവർ മധുരം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും അത് കുടിക്കുമ്പോൾ. ഗുഡ്. ഓക്കെ, നൈസ്. താങ്ക് യു. സഫീറ റിയാസ്. പായസറാണി പായസറാണി റാണി റാണി പായസറാണി. ട്രഡീഷണൽ പായസം പരിപ്പായിരുന്നു അല്ലേ? ഷിർക്കുറുമ, പരിപ്പ് പ്രഥമൻ. പരിപ്പ് പ്രഥമനിലേക്കാണ് ഷിർക്കുറുമ. അതായത് ഡേറ്റ്സും ഡേറ്റ്സ്, കാരക്ക, ഡ്രൈ ഫ്രൂട്ട്സ്. കാരക്കാന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ കാരക്ക ഡ്രൈ, ഇല്ലേ ഡേറ്റ്സ് ഇല്ലേ ഡ്രൈ അത് അതുപോലെ അറേബ്യൻ ഡേറ്റ്സ് തന്നെ 2 വേർഷൻ. അതെ അതെ. പഴയ തനിമയാണല്ലോ പരിപ്പ് പ്രഥമൻ, അതിലേക്ക് ഞാൻ ട്രഡീഷണലായിട്ട് കൊണ്ടുവന്നത്. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ്. താങ്ക് യു. റിച്ച് ആയിട്ടുണ്ട്. അതെ. അത് ഡ്രൈ ഫ്രൂട്ട്സ്, മാംഗോ, മാംഗോൻ്റെ പ്യൂരും ഡെക്കറേഷനായിട്ട് മാംഗോ കട്ട്സും. ഗുഡ്. ഡ്രൈ ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, സ്വാദുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാതരം അടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം എല്ലാം ഉണ്ട്. പിസ്ത, പിന്നെ ഫ്ലാക്സ് സീഡും ഉണ്ട് അതിൽ, മിക്സ്ഡ് സീഡ് ചേർത്തിട്ടുണ്ട്. ഹെൽത്തി വേർഷൻ ആക്കി അല്ലേ? ഫ്ലാക്സ് സീഡും കൂടി. ഓക്കെ. മിൽക്കാണ്, മിൽക്ക് മെയ്ഡ് ഉണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ട്. മധുരത്തിനായിട്ട് ഈത്തപ്പഴവും മിൽക്ക് ചേർത്തിട്ടുണ്ട്. തിക്നെസ്സും കൂടുതലായിട്ട് ഇല്ലല്ലോ. ഇത് പിന്നെ ഏത് രീതിയിലും ചെയ്യാലോ. താങ്ക് യു. പിന്നെ രണ്ടും ഒരുമിച്ചായത് കൊണ്ടുള്ള ടെൻഷനേ ഉള്ളൂ. പായസമായിട്ടും കാണാം, പുഡിംഗ് ആയിട്ട് കാണാം, തണുപ്പിച്ച് കഴിച്ചാൽ. ഓക്കെ, തണുപ്പിച്ച് കഴിച്ചാൽ അങ്ങനെ തന്നെ. നൈസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നസീബ. പായസറാണി കുറച്ച് കൂടുതൽ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ചധികം കാര്യം സ്റ്റഫ് ചെയ്യേണ്ടി വന്നപ്പോഴേ ബാക്കി മത്തങ്ങന്റെ ബേസ് കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷെ സ്റ്റഫിങ് വന്നപ്പോൾ കുറച്ചധികം സമയം. സ്റ്റഫിങ്ങിനകത്ത് വരുന്നത് കടല, കപ്പലണ്ടിയും കറുത്തുള്ളും. ബേസ് ഒരു മത്തങ്ങ പായസം അല്ലേ? അതെ, അതായത് പിടിപ്പായസവും മത്തങ്ങ പായസം കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തു. പിന്നെ പിടിയിൽ നമ്മൾ സ്റ്റഫ് ചെയ്തു. കപ്പലണ്ടി ശരിക്കും കയറി നിൽക്കുന്നുണ്ട്. ആ കടിക്കുമ്പോൾ നമുക്കൊരു കപ്പലണ്ടി പായസം കഴിച്ചൊരു ഫീൽ കിട്ടുന്നു. ഉള്ളിൽ നല്ല സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. കപ്പലണ്ടിക്ക് നല്ല ഫ്ലേവറാണ്. പെട്ടെന്ന് എന്താ പറയുക, ഓവർ പവർ ചെയ്യും മറ്റ് ഫ്ലേവേഴ്സിനെ സംടൈംസ്. ദിസ് ഇസ് ദി അത് ചക്ക, ആവില്, ശർക്കര, നോ ഫയർ. സ്മൂത്ത് എന്നൊക്കെ പറയും. മധുരമൊക്കെ കറക്റ്റാ. ചക്ക. താങ്ക് യു. ഒരാൾ കൂടിയുണ്ട്. സോ ദ ലാസ്റ്റ് വൺ ഓഫ് ദിസ് റൗണ്ട്, സരിത സുരേഷ്. റാണി റാണി പായസറാണി
തുടങ്ങിയാലോ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ട്രഡീഷണൽ ഓണപ്പായസം ട്രഡീഷണൽ പായസം അരിയും ചെറുപയറും ചോക്ലേറ്റ് വാനില. അതെങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ആ ട്വിസ്റ്റ് ഒരു വളരെ വ്യത്യസ്തമായൊരു ട്വിസ്റ്റാണ്. കൊള്ളാം, നല്ലൊരു വ്യത്യസ്തതയാണ്, നമ്മൾ ചിന്തിക്കാത്തൊരു കോമ്പിനേഷനാണ്. ഇതാണ് രണ്ടാമത്തെ നോ ഫയർ റോസ്. വെരി ടേസ്റ്റി, ക്രീമി ടേസ്റ്റി, അടിപൊളി. ഇറ്റ്സ് ടു ഗുഡ്. യാ, നിങ്ങളുടെ ഈ നോ ഫയർ റൗണ്ട് ചെയ്ത എല്ലാവരുടെയും ഇതും ഏതാണ്ട് ഒരു നമുക്കൊരു പുഡിങ് ലെവലിലേക്കും കൊണ്ടുപോകാൻ പറ്റും. അതാണെങ്കിലും ഇതാണെങ്കിലും എവറിത്തിങ് തണുപ്പിച്ച് കഴിച്ചാൽ അത് പുഡിങ് ആകും. കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാം ഒരു പായസം ആക്കാം എല്ലാവരുടെയും. സ്മൂത്തിയൊക്കെ വരുന്നുണ്ട്. നൈസ് കോൺസെപ്റ്റ്. കൊള്ളാം, നൈസ്, താങ്ക് യു. അങ്ങനെ ഫൈനലി നമ്മൾ നിങ്ങളുടെ 4 പേരുടെയും പായസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 2 വെറൈറ്റി പായസംസ് ആയിരുന്നു. ആദ്യത്തേത് ഒരു ട്രഡീഷണൽ പായസം വിത്ത് എ ട്വിസ്റ്റ്, ആൻഡ് രണ്ടാമത്തേത് നോ ഫയർ കുക്കിങ്ങിൻ്റെ ഒരു പായസം കോൺസെപ്റ്റ്. സോ വി ആർ ഹാപ്പി. വെറൈറ്റീസ് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ വെറൈറ്റി, 4 വെറൈറ്റീസ്. യെസ്, ഒരു ഡ്യൂപ്ലിക്കേഷനും ഇല്ല. എല്ലാവരും ഏകദേശമൊക്കെ ഡിഫറെൻ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബാക്കി ആൾക്കാരും വരാനുണ്ട്. 4 പേരേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി 8 പേരും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നത്. ദാറ്റ് ഇസ് ഇവാലുവേഷൻ വിൽ ബി ഡൺ. ഇത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫൈനലിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർ 5 പേര്, അത് എല്ലാത്തിൽ നിന്നും ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരെ ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കസബുകട, MG Road, opposite SMB School, Trivandrum. Dr. Lakshmi Nayer's Ornaments Courtesy. Jewel Hut, GH Road, Statue, Trivandrum. Dr. Lakshmi Nayer's Costume Courtesy. Kasabagada, MG Road, opposite SMB School, Trivandrum.